മോർണിംഗ് ഗായ്സ്. ഞാനിന്ന് DDA സ്പോർട്ട് കോംപ്ലക്സിലാണ്. ഇവിടെയാണ് ഞായറാഴ്ച ബേസിക്കലി നമ്മൾ പണ്ട് കളിക്കാൻ വന്നിരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, എൻ്റെ പഴയ വ്ളോഗിൽ യാവിനെയും കൊണ്ട് വന്നിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സഞ്ജീവ്, അവൻ ആ ബ്ലൂ ടീഷർട്ടിൽ അവൻ നല്ല ആക്റ്റീവാണ് ഫുട്ബോളിൽ. അവൻ പണ്ടേ പോലെ സ്കൂളിലുണ്ടായിരുന്ന സമയത്ത് ഞാനും അവനുമായിരുന്നു ബേസിക്കലി കൂടുതലും ഫുട്ബോളിൽ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴും അവൻ കളിച്ചുകൊണ്ടിരിക്കുക ഇവിടെ. ഫൈനലി ഇന്ന് വണ്ടി എടുത്തു. കുറച്ച് ചിലവൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കുറേ ക്ലിയറായി. ഇപ്പോൾ കുറച്ചൊന്ന് വെയിൽ വന്നു, പിന്നെ നല്ല മേഘങ്ങൾ വരുന്നുണ്ട്. പറയാൻ പറ്റില്ല ഇനി എപ്പോഴാണ് മഴ പെയ്യാന്ന്. പക്ഷെ നല്ല കാലാവസ്ഥ, അത്രയും ചൂടുമില്ല അത്രയും തണുപ്പുമില്ല, അങ്ങനത്തെ ഒരു കാലാവസ്ഥ. പക്ഷേ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് നൈസ്. ഇത് നല്ലൊരു വലിയ ഗ്രൗണ്ടാട്ടോ. എന്ന് വെച്ചാൽ DDA എന്ന് പറഞ്ഞാൽ ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റി. അപ്പോൾ അവരുടെ ഭാഗമുള്ള ഒരു ഗ്രൗണ്ട്. ഇവിടെ ക്രിക്കറ്റും ഫുട്ബോളും. അപ്പോൾ ഇവിടെ നിന്നും നമ്മുടെ ഇന്ത്യൻ ടീമിൽ കളിച്ച വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ വിരാട് കോഹ്ലിയൊക്കെ ഇവിടെ വന്നിട്ട് കളിച്ചിട്ടുണ്ടാവും പണ്ട്. കാരണം അത്രയും ഫേമസ് ഒരു ഗ്രൗണ്ടാണിത്. കണ്ടില്ലേ, ഇവിടെ എല്ലാവരും ലൈക്ക് ഫുട്ബോളും ക്രിക്കറ്റും എല്ലാതും കളിക്കുന്നുണ്ട് ഇവിടെ. ഏതാണ് ഇവരുടെ ടീം? അവൻ്റെ ടീമൊന്നും വന്നില്ല. അപ്പോൾ അവനിവിടെ നോർമലി കളിക്കാൻ വരുന്ന ആൾക്കാരുടെ ഒപ്പം ചേർന്ന് അവൻ കളിക്കാം. അവനൊരു ഹരാണിത് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ. ഇത് ആ നീല ടീഷർട്ടിൽ കണ്ടില്ലേ ലെഫ്റ്റ് സൈഡിൽ, അതാണ് സഞ്ജീവ് കുമാർ. നിങ്ങളെൻ്റെ പഴയൊരു വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. അവന് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ വട്ടാ. നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൻ്റെ ടീമിലും ഇതിലൊക്കെ നമ്മൾ കളിച്ചാണ് ഒപ്പം. തോരൻ ജനങ്ങളാന്ന് നോക്കിയാൽ കളിക്കാൻ വന്നിട്ട് ക്രിക്കറ്റും ഫുട്ബോളും. അവിടെ അപ്പുറത്ത് ലോൺ ടെന്നീസും ഉണ്ട്, പിന്നെ ബാസ്കറ്റ് ബോളും ഉണ്ട്. എല്ലാ പണ്ടാറുണ്ട് ഇവിടെ. പക്ഷേ ഏറ്റവും കൂടുതൽ ക്രിക്കറ്റാട്ടോ. ഞാൻ രാവിലെ ചായ ഒക്കെ ഉണ്ടാക്കി ഫ്ലാസ്കിലൊക്കെ ആക്കിയിട്ട് കൊണ്ടുവന്നിരിക്കുക. നമ്മൾ അവൻ്റെ കളി കഴിഞ്ഞിട്ടൊന്ന് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സ് അവിടെ ബാംഗ്ലൂരിലുള്ള ഫ്രണ്ട്സ് കണ്ടു. ഇവിടെ വന്നിട്ട് ഡൽഹിയിലെ ഫ്രണ്ട്സിനെ ഫുള്ള് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴും അതെ നമ്മളുടെ ക്ലാസ്മേറ്റ്സ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. ആ ഒരു രസം വേറെ തന്നെയാണ് ഗൈസ്. എന്നുവെച്ചാൽ നമ്മളുടെ ആ കണക്ഷൻ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ നഴ്സറിയിൽ നിന്ന് മുതലുള്ള കണക്ഷൻ നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഏരിയ അതിൻ്റെ ഫുള്ള് ഇതെല്ലാതും ഒരു ഫോറസ്റ്റ് ടൈപ്പ് ഏരിയയാണ്. ഡിയർ പാർക്ക് എന്ന് പറയും. സെയിം ഡിയർ പാർക്ക് ഞാൻ പോണ ഡിയർ പാർക്കില്ലേ, അപ്പോൾ ഇത് ഹോസ്കാസ് സൈഡുള്ള ഡിയർ പാർക്കാണത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമായിട്ടാണ് ഈ DDA സ്പോർട്സ് കോംപ്ലക്സ്. ആൻഡ് ഇറ്റ് ഈസ് കവേർഡ്. ഇതെൻ്റെ ഔട്ടർ ഏരിയയാണ്. ഔട്ടർ ഏരിയയിലാണ് സ്പോർട്സ് കോംപ്ലക്സ് ഉള്ളത്. ബട്ട് ദിസ് ഈസ് കവേർഡ് ഇൻസൈഡ് ദ ഡിയർ പാർക്ക്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ മാതിരി ഓർമ്മയുണ്ടോ, ഡിയർ പാർക്ക് ഫുള്ളൊരു 960 acres ഓഫ് ലാൻഡാണ്. എത്ര വലുതാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ ഡൽഹിയിൽ ഇങ്ങനെ കുറേ പ്രൊട്ടക്റ്റഡ് ഇത് ഗ്രീനറിയും ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഡൽഹിയും ബാംഗ്ലൂരും കമ്പയർ ചെയ്യുമ്പോൾ ഡൽഹി ഈസ് മച്ച് ബെറ്റർ ഇൻ പ്രൊട്ടക്റ്റിംഗ് ഓൾ ദീസ് പ്ലാന്റേഷൻസ്, ട്രീസ്, ഫ്ലോറ, ഫോന. അതിപ്പോഴും നടക്കുന്നുണ്ട്. അവരിപ്പോഴും വെട്ടിയിട്ട് വേറൊരു ഇതുണ്ടാക്കുക, അങ്ങനത്തെ പരിപാടികൾ വളരെ ചുരുക്കമുണ്ട് ഡൽഹിയിൽ. മഴക്കാർ പിന്നെയും വന്നു തുടങ്ങി. എല്ലാതും ഓക്കെ എന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ ഇന്നും മഴ പെയ്യുന്നത് തോന്നുന്നു. ഗായ്സ്, നമ്മളുടെ ഗെയിമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് ഇവിടെ മാത്യൂസ് കഫേയിലേക്ക് വന്നിരിക്കുന്നു. എന്താ തിരക്ക് നോക്കിയാൽ. ഇത് നമ്മുടെ മലയാളി റെസ്റ്റോറൻ്റാണ്. എന്ന് വെച്ചാൽ റോഡ് സൈഡിലാണ് ഫാസ്റ്റ് ഫുഡ്. ഡൽഹിയിലെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഈ മാത്യൂസ് കഫേ തമിഴ് സംഘം മാർക്ക് RK പുരത്താണ്. അപ്പോൾ നിങ്ങളെ കാരണം ഡൽഹിയിലാണെന്ന് വെച്ചാൽ പുതിയതായിട്ട് വന്നതെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ഇവരുടെ ദോശയും വടയൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. അടിപൊളി ദോശയും വടയാണ് ഇവിടുത്തെ. നമ്മൾ ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂറായി വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഒരു ഓർഡർ കിട്ടിയിട്ടുള്ളൂ. ദോശ വരാൻ ബാക്കിയുണ്ട്. വണ്ടികളുടെ തിരക്ക് കണ്ട ഇവിടെ. എന്തൊരു തിരക്കാ കഴിച്ചത്. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. ഫൈനലി നമ്മൾ ദോശ വന്ന് കഴിച്ചു. ഇവൻ്റെ കോലമാകെ മാറി. ഫുള്ള് ലൈനിൽ നിന്ന് എത്ര അരമണിക്കൂറാ. അങ്ങനെ ഗായ്സ്, നമ്മളുടെ ഇന്നത്തെ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ വന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. ഭക്ഷണം യാവനൊക്കെ കൊടുത്ത് കഴിഞ്ഞ് നമ്മൾ കഴിച്ച് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങി. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വെറുതെ ഒന്ന് നമ്മൾ പുറത്തിറങ്ങിയിട്ട് വന്നുള്ളൂ. വെറുതെ ഒന്ന് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാണ്. അപ്പോൾ അത് വ്ളോഗൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ പേഴ്സണൽ ഒരു മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ബേസിക്കലി ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് പാം വരെയാണ്. അവളുടെ ഫ്ലൈറ്റ് എത്ര 11 മണിക്ക് അങ്ങാണ്ടാണ് ബാംഗ്ലൂരിൽ നിന്ന്. അവൾ രാവിലെ ഒരു 2:10 ഡൽഹി എയർപോർട്ടിലെത്തും. അപ്പോൾ നമ്മൾ യാവിനോട് പറഞ്ഞിട്ടില്ല. യാവിന് ഫുള്ളൊരു സർപ്രൈസ് കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിലെത്തുമ്പോഴത്തേനും എനിക്കൊന്ന് 3 മണിയാവുന്നു രാവിലെ. അപ്പോൾ യാവിനെ സർപ്രൈസ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ
അതുപോലെ എനിക്കും ടെൻഷൻ. ഇപ്പോൾ അവൾ വരുന്നതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ക്ലീൻ ചെയ്യാനുണ്ട് വെച്ചാൽ അതൊക്കെ ക്ലീൻ ചെയ്യണം. കാരണം പാം എന്ന് പറഞ്ഞാൽ ക്ലെൻലിനെസ്സിൽ ഭയങ്കര ഒരു ഇതാണ്. ഞാൻ പറഞ്ഞില്ല അന്ന് പാമിന് OCD കൂടുതലാണ്, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. ഒരു ചെറിയൊരിത് മതി, ഒന്നും പറയണ്ട ഭായി. എൻ്റെ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ അതും ക്ലീനിങ്ങാണ്, നല്ല ക്ലീനിങ് ഒക്കെ തന്നെയാണ്. പക്ഷേ എൻ്റെ ക്ലീനിങ്ങിലും കൂടുതൽ ക്ലെൻലിനെസ്സിലാണ് അവളുടെ പരിപാടി. അപ്പോൾ ഞാൻ ഈ ടോപ്പിക് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതും നമ്മളുടെ എന്താണ് പറയുക, വളർച്ചയ്ക്ക് ഒരു ഇതുണ്ട്, മനസ്സിലായില്ലേ? പക്ഷേ ടു മച്ച് ഓഫ് OCD ഉള്ളവരും നല്ലതല്ല, അത്രയും നല്ലതല്ല. സോ വാട്ട് ഐ വോണ്ട് ടു ടോക്ക് ടു യു ഈസ് റിഗാർഡിങ് യുവർ വർക്ക് പ്ലേസ്, വെർ എവർ യു ആർ വർക്കിംഗ്, യുവർ ഹോം, എനിത്തിങ്. നമ്മളുടെ ആ സ്ഥലം എത്ര ക്ലീനായിട്ട് വയ്ക്കണോ അതനുസരിച്ചിട്ട് നമ്മൾക്ക് എന്താണ് പറയുക, ഡീക്ലട്ടർ എന്ന് പറയില്ലേ. അപ്പോൾ ഡീക്ലട്ടർ ചെയ്യാൻ നോക്കാം. എത്ര നമ്മൾ ഡീക്ലട്ടറായിട്ട് വയ്ക്കണം നമ്മുടെ സ്ഥലം, അത്രയും നമ്മൾക്ക് ഓപ്പൺനെസ് വരും, നമ്മുടെ ലൈഫിൽ ഓപ്പൺനെസ് വരും. അല്ലെങ്കിൽ ഈ ക്ലട്ടറായിട്ട് കിടക്കുമ്പോൾ സാധനങ്ങൾ ഇതിപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ക്ലട്ടറാക്കി വെച്ചിരിക്കുകയാണ്, കാരണം കരുതി കൂട്ടിയിട്ട്. കാരണം അത് എനിക്ക് പറ്റണില്ല, എനിക്ക് ഈ ഹാങ്ങർ ഇല്ലാണ്ട് പറ്റില്ല. ഒരു മിനിറ്റ്. അപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഫുള്ള് ഷർട്ടാണ്. ഷർട്ടിന് നമ്മളിൽ ഹാങ്ങർ ഇല്ല ഇവിടെ. അപ്പോൾ ഹാങ്ങർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ അതിൽ വെക്കാത്തത്. പക്ഷെ അത് ഇന്ന് എന്തായാലും മടക്കിയിട്ട് വെക്കണം, അല്ലെങ്കിൽ പാം വന്നിട്ട് അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര തലവേന അത്. അപ്പോൾ അങ്ങനത്തെ വരും. അപ്പോൾ ഡീക്ലട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റെ ടേബിൾ തന്നെ കണ്ടില്ല നിങ്ങൾ, സീ ഹൗ ഐ കീപ്പ്. ഇപ്പോൾ ഈ സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഐ ലവ് വർക്കിംഗ് ഇൻ എ പ്ലേസ് വിച്ച് ഈസ് ഓർഗനൈസ്ഡ്. അപ്പോൾ നമ്മൾ കൂടുതൽ സാധനങ്ങൾ മേടിച്ച് വെക്കുമ്പോഴാണ് അത് ഭയങ്കരമായിട്ട് നമ്മളുടെ ലൈഫിനൊരു ക്ലട്ടറായിട്ട് ഫീൽ ചെയ്യുക. സോ മാക്സിമം ട്രൈ ടു ഡീക്ലട്ടർ യുവർ ലൈഫ്. കാരണം എത്ര സാധനങ്ങൾ നമ്മളുടെ കയ്യിലുണ്ടോ അത് നമ്മൾക്ക് ചിലപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങളായിരിക്കും. കുറേ സാധനങ്ങൾ വീട്ടിലുണ്ടാവും ആവശ്യമില്ലാത്ത. ഞാൻ അങ്ങനെ നോക്കി വന്നപ്പോൾ ഞാൻ അതുകൊണ്ട് ഡൽഹിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും അധികം ഞാൻ നോക്കിയെന്ന് പറഞ്ഞാൽ മിനിമലിസത്തിൽ ജീവിക്കാൻ നോക്കുക. ഇപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, എൻ്റെ ടീഷർട്ട്സ് ഏതെങ്കിലും ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ആകെ 5-6 ടീഷർട്ടുള്ളൂ, ഞാൻ അത് ഇടാറുള്ളൂ. പിന്നെ പാം മേടിച്ച് തരുന്നത്, പിന്നെ കുറച്ച് ഷർട്ടും അതും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പാം മേടിച്ച് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഞാൻ സാധാരണ ഇടാറ് വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക്. ആൻഡ് ജീൻസും അത് എൻ്റെ ഒരു 2-3-4 ജീൻസ് ഉണ്ട് എൻ്റെ. ആ 4 ജീൻസുള്ളൂ. സ്റ്റിൽ ഷീ വാണ്ട്സ് മീ ടു വെയർ മോർ തിങ്സ്. അവൾക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ഡ്രസ്സുകളില്ലേ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തുണികൾ കളക്ട് ചെയ്യണ ഒരു ഇതാണ് അവൾക്ക്. എപ്പോൾ പുറത്ത് ചെന്നാലും അവൾക്ക് തുണി മേടിക്കണം. സോ ഐ ടെൽ ഹർ ലൈക്ക് ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലാത്തത്. ഇപ്പോൾ ഈ ആവിൻ്റെ തന്നെ തുണികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം തന്നെ നമ്മൾ അത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. കുട്ടികൾക്ക്, പാവങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കണം. കാരണം നൗ ഹീസ് ഗ്രോയിങ് ഓൾസോ. അപ്പോൾ എത്ര നമ്മൾ ഡീക്ലട്ടർ ചെയ്യാൻ പറ്റണോ അത്രയും നല്ലതാണ്. നമ്മളുടെ പ്രൊഡക്ടിവിറ്റിക്കും നല്ലതാണ്. നമ്മൾക്ക് ഇൻ ഫ്യൂച്ചറിൽ to be successful also, trust me, it's a real thing. നമ്മളുടെ ടേബിൾ ആയിക്കോട്ടെ, വീടിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളായിക്കോട്ടെ, എത്ര കുറവ് സാധനങ്ങളുണ്ടോ അത്രയും നല്ലതാണ്. ആൻഡ് ഇറ്റ്സ് മോർ എന്താണ് പറയുക, യെസ് കിട്ടി, എസ്തെറ്റിക്. നമ്മൾ എത്ര എസ്തെറ്റിക്കലി നമ്മളുടെ എൻവയറമെൻറ്റ് വയ്ക്കണോ അത്രയും നമ്മൾക്ക് മനസ്സ് തന്നെ ഒരു നല്ലൊരു ഫ്രഷ് കൈൻഡ് ഓഫ് ഫീലിംഗ് നമ്മൾക്ക് വരാം. ആൻഡ് വെൻ യു ഗെറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് ഫ്രഷ് ഫീലിംഗ്, ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ആൻഡ് ഇറ്റ് ഓൾവേസ് ഹെൽപ്സ് യു ടു ബി സക്സസ്ഫുൾ. സോ ഭയങ്കര ഒരു ഇതാണ്, യു വോണ്ട് ബിലീവ് ഇറ്റ്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞത് പ്രൊക്രാസ്റ്റിനേഷനെ പറ്റി പറഞ്ഞു. അതും മാത്രമല്ല, അത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ കൂടെ നമ്മൾ ആ ലേസിനെസ് മാറുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ ലൈഫിൽ വന്ന് ചേരണം. സോ ഫോർ എക്സാമ്പിൾ, നമ്മൾ ആ ലേസിനെസ് അങ്ങോട്ട് മാറുമ്പോഴും പ്രൊക്രാസ്റ്റിനേഷനൊക്കെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ദെൻ വി ട്രൈ ടു ഓർഗനൈസ് തിങ്സ്. അതിലാണ് ഞാൻ പറഞ്ഞത് ഷെഡ്യൂളിങ്ങും നമ്മളെ ടു ഡു ലിസ്റ്റൊക്കെ ഉണ്ടാക്കില്ലേ. സോ നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങും. ആ ഓർഗനൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ സംഭവങ്ങളൊക്കെ ലൈഫിൽ കുറേ സാധനങ്ങൾ, നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ മേടിച്ച് വയ്ക്കുക അല്ലെങ്കിൽ കളക്ട് ചെയ്ത് വയ്ക്കുക, ദാറ്റ് ഓൾ ഗെറ്റ്സ് ടു യു ടു മച്ച്, മനസ്സിലായില്ലേ? സോ ബിലോങ്ങിങ്സ് എന്ന് പറഞ്ഞൊരു സംഭവം അത് നമ്മളുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റണം. സോ ട്രൈ ടു കീപ് തിങ്സ് വിച്ച് ഈസ് നോട്ട് എക്സ്പെൻസീവ്, വിച്ച് ഈസ് നോട്ട് റിക്വയർഡ്. ആക്ച്വലി ഡോണ്ട് ബൈ തിങ്സ് വിച്ച് ഈസ് നോട്ട് റിക്വയർഡ്. സോ വാട്ട് ഐ ആം ട്രൈങ് ടു ടെൽ യു ഈസ് ദാറ്റ് ദിസ് ഓൾ ടുഗെദർ മേക്സ് യു എ ബെറ്റർ പേഴ്സൺ. ഞാൻ പറയുന്നില്ല ഐ ആം എ ബെറ്റർ പേഴ്സൺ, ബട്ട് ഐ ആം ട്രൈങ് ടു ബി വൺ. സെയിം ലൈക്ക് യു, ഐ ആം ട്രൈങ് ടു ബി വൺ. So there are so much of studies which is out there, and we can actually learn from these researchers, we can learn from these studies, and we can imply that in our own life.
You get me what I'm saying? I mean, when you see those people out there who are really successful and who are doing things and അവരുടെ ഡിസിഷനും അത് ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും. നമ്മുടെ മാതിരി ചിലപ്പോൾ നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ മനസ്സിലാക്കും അയ്യോ അത് അങ്ങോട്ട് ഇതായിപ്പോയി അതങ്ങോട്ട് ഇതായിപ്പോയി. നമ്മൾ ആ ഡിസിഷൻ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആവശ്യമില്ലാത്തൊരു ഡിസിഷൻ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സ്ട്രെസ്സ്, പിന്നെ പല പല പ്രഷറും അതൊക്കെ കാരണം നമ്മൾ ഡിസിഷൻ എടുക്കാറ്. അപ്പോൾ വി ഹാവ് ടു ബി സ്ട്രെസ് ഫ്രീ, വി ഹാവ് ടു ബി ഹാപ്പി, ഓപ്പൺ മൈൻഡായിട്ട് ഇരിക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ വീട് തന്നെ ക്ലീൻ അല്ലെങ്കിൽ പിന്നെ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കച്ചറയായിട്ട് എടുക്കുക, ഇതായിട്ട് എടുക്കുക, അല്ലെങ്കിൽ അങ്ങോട്ട് വീടൊക്കെ ആയിട്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ വരുമ്പോഴേ നമ്മൾക്ക് ആ ഫീലിംഗ് ഉണ്ടല്ലോ, ഒരു ഒരു ജാതി ഫീലിംഗ് ആയിരിക്കും. യു ഗെറ്റ് മീ വാട്ട് ഐ ആം സേയിങ്? ഒരു ജാതി ഫീലിംഗ് ആയിരിക്കും. ബട്ട് ഇഫ് യുവർ ഹൗസ് ഈസ് ക്ലീൻ, നീറ്റ് ആൻഡ് എസ്തെറ്റിക്കലി ഗുഡ്, ആൻഡ് സ്മെൽസ് ഗുഡ്. എൻ്റെ ഇവിടെ കണ്ടില്ലേ, ഇത് ബുദ്ധൻ്റെ ഇത് വെച്ചിരിക്കുന്നുള്ളൂ, പക്ഷേ അത് ആക്ച്വലി ചന്ദനത്തിരിയുടെ ഇതാട്ടോ. സോ ഞാൻ ചന്ദനത്തിരി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇറ്റ് ആക്ച്വലി റിലാക്സസ് മൈ മൈൻഡ്, ഇറ്റ് സൂട്ട്സ് മൈ മൈൻഡ്. സോ ബേസിക്കലി രാവിലെയും വൈകുന്നേരവും അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ചന്ദനത്തിരി കത്തിച്ചിട്ട് ഞാൻ വർക്ക് ചെയ്യും. സോ ഇറ്റ് ആക്ച്വലി സൂട്ട്സ് മീ, ഇറ്റ് റിലാക്സസ് മീ. ആൻഡ് ദാറ്റ് സെൻറ്റ്, ദാറ്റ് അറോമ എന്നാ പറയുക, സെൻറ്റ് എന്നാ പറയില്ല. സോ യു ടെൽ മീ ഇൻ കമൻറ്റ് ബോക്സ് എന്താ പറയുക. ദാറ്റ് ആക്ച്വലി സൂട്ട്സ് മീ and helps me to relax and work peacefully and bring out my creativity also while I'm working. അങ്ങനെ പലതുണ്ട്. സോ ട്രൈ ഇറ്റ് ഔട്ട്, ഐ എം ടെല്ലിങ് യു, ട്രൈ ഇറ്റ് ഔട്ട്. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമില്ലാത്തതെന്ന് വെച്ചാൽ എടുത്ത് മക്കളെ, സത്യം പറയുന്നത്. സോ ഡീക്ലട്ടർ യുവർ തിങ്സ് ആൻഡ് സ്പേസ് ഉണ്ടാക്കാൻ നോക്ക്. ഇഫ് യു സീ മൈ ദുബായ് ഹൗസ്, എൻ്റെ പഴയ വീഡിയോയിൽ നിങ്ങൾ ചെന്ന് കണ്ടാൽ ഇറ്റ് വാസ് ടു മച്ച് ഓഫ് തിങ്സ് just lying everywhere. And me and Pam decided also, now whenever we are making a house, we will not buy a lot of things. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം. സോ ലെറ്റ് മി ഷോ യു. ഐ മീൻ ലൈക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് റൂമിനെ കാണിച്ചു തന്നാൽ, ഫ്രണ്ട് റൂമിൽ പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ടേബിൾ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതുള്ളൂ. എൻ്റെ ഒരു മാക്ക് ഉണ്ട്, പിന്നെ ദാറ്റ്സ് ഇറ്റ്. ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഈ ഒരു മോണിറ്റർ, ഇത് ദുബായിൽ നിന്ന് കൊണ്ടുവന്ന മോണിറ്റർ, എൻ്റെ ഉണ്ടായിരുന്ന മോണിറ്ററായിരുന്നു, അതെന്നെ എടുത്ത് കൊണ്ടുവന്നിട്ട് അത് വർക്ക് ചെയ്യണം. അപ്പോൾ ഇത് കണക്ട് ചെയ്യും, ഇതിലാണ് ഞാൻ വർക്ക് ചെയ്യാറ്. മനസ്സിലായില്ലേ? വേറെ ഒന്നുമില്ല. മൗസ് ഉണ്ട്, എൻ്റെ കീബോർഡ് ഉണ്ട്, പിന്നെ എൻ്റെ 2 സ്റ്റുഡിയോ മോണിറ്റേഴ്സ് ഉണ്ട്, വേറെ ഐ ഡു മൈ സൗണ്ട് ഡിസൈനിങ് എവറിത്തിങ്. ദാറ്റ്സ് ഇറ്റ്, ഇത്രേ ഉള്ളൂ. പിന്നെ വേറെ നമ്മുടെ ബെഡ്, ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ. കണ്ട അങ്ങനെ ബെഡ്, അത് അവിടെ നോക്കണ്ട, അതെനിക്ക് ക്ലീൻ ചെയ്യണപ്പോൾ ബാക്കിയൊക്കെ ഞാൻ ചെയ്താണ്. ഇതേ പിന്നെ ഒരു അൽമീര. വേറെ ഈ റൂമിൽ നിങ്ങൾ അധികം ഒന്നും കാണില്ല. ഇവിടെ മുകളിലുള്ള കുറേ സാധനങ്ങളൊക്കെ അതിൻ്റെ വയറിങ്ങും ഇതൊക്കെയാണ്, അത് എനിക്ക് കളയാനുണ്ട്. പക്ഷേ ഇറ്റ്സ് ഓൾ ഓർഗനൈസ്ഡ് ആൻഡ് കെപ്റ്റ്. യു സി, ഐ ഹാവ് കെപ്റ്റ് ഇറ്റ് നൈസ്ലി ഓർഗനൈസ്ഡ്. ആവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ് അത്, ആവശ്യമില്ലാത്തൊന്നുമില്ല. പക്ഷേ ആവശ്യമില്ലാത്തൊക്കെ എടുത്ത് കളഞ്ഞു. പിന്നെ ഇതേണ്ട, ഇത് നമ്മുടെ കോറിഡോറാണ്. ഇവിടെ ബേസിക്കലി കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പാം. ഞാൻ പറഞ്ഞു വേണ്ട, ഇനി എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഇതാവും. നമ്മൾ പണ്ടൊരു ചെറിയൊരു കാർപ്പറ്റ് ആയിരുന്നു, പക്ഷേ അത് നമ്മളെടുത്ത് കളഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ യാവിന് അത് അലർജിക്കായിട്ട് തുടങ്ങി, അതുകൊണ്ട് ഞാൻ അതെടുത്ത് കളഞ്ഞു. കാരണം വാളുമ്പോൾ വരെ അധികമൊന്നുമില്ല, ആകെ യാവിൻ്റെ ഒരു ചെറിയൊരു പിക്ചർ മാത്രമുണ്ട് ഇവിടെ. വേറെ അവിടെ പാമിൻ്റെ ഒരു, അവൾ തന്നെ വെച്ചത് അത്, അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടമല്ല, വേറെ ഒന്നുമില്ല. പിന്നെ ഒരു ചെറിയൊരു ഇത്, ഞാൻ ദുബായിൽ എൻ്റെ സ്റ്റൂഡിയോണ്ടായിരുന്ന ആ ക്ലോക്ക്, അതെടുത്ത് കൊണ്ടു. ഇതിപ്പോൾ നിങ്ങൾ ഈ നമ്മളുടെ ഇത് കണ്ടില്ലേ, ഇത് നമ്മളെ ഫ്രണ്ട് റൂമാണ്. എന്തെങ്കിലും അധികമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ കാണുമ്പോൾ പല സാധനങ്ങൾ മേടിക്കുന്നുണ്ടായിരുന്നു. വാളിൻ്റെ കുറേ ഡെക്കറേഷൻ മേടിക്കുന്നുണ്ടായിരുന്നു നമ്മൾക്ക്, പക്ഷെ ഒന്നും മേടിച്ചിട്ടില്ല. ആകാനുള്ള ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിത് ഈ സിമ്പിൾ ഈ ഇത് മാത്രം, ലാംപ്സ് മാത്രം മേടിച്ചിട്ടുണ്ട്, അതും ഹാങ്ങിങ്, അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും വേണോ ഇതിന്? ഈസി, വേറെ അധികമൊന്നുമില്ല. അപ്പോൾ എസ്തെറ്റിക്കലി ഇത് നല്ലതാണ്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയത് ഉണ്ടായിരുന്നതാണ്. നമ്മൾ പണ്ട് ഡൽഹിയിൽ വന്നപ്പോൾ ഇതും അതെ, നമ്മളുടെ പഴയത് ഉണ്ടായിരുന്നതാണ് ഡൽഹിയിൽ. അപ്പോൾ അത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ആകെ നമ്മൾ മേടിച്ചത് ഈ ഒരു എന്താ പറയുക, ടി വി സ്റ്റാൻഡ് മാരുന്ന സംഭവമാണത്, അത്രേ ഉള്ളൂ. പിന്നെ ഈ ടി വി, ദാറ്റ്സ് ഓൾ, നത്തിങ് എൽസ്. ബാക്കി ഒരു സോഫ ഉണ്ടായിരുന്നു, ആ ഒരു സോഫ, അത് വളരെ ചീപ്പായിട്ടുള്ളൊരു സോഫയാണ് നമ്മൾ മേടിച്ചത്. വേറെ ഒന്നുമില്ല ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആകെ മേടിച്ചത്, ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ഇത് 2 പ്ലാസ്റ്റിക്കിൻ്റെ 2 ചെയർ നമ്മൾ മേടിച്ചിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. എന്നാലും വാട്ട് യു തിങ്ക്? സിമ്പിൾ അല്ലേ? എസ്തെറ്റിക്കലി ഇറ്റ് ലുക്സ് നൈസ് ഓൾസോ. ഈവൻ നമ്മളുടെ കിച്ചൺ വരെ ഇഫ് യു സി, അധികം സാധനങ്ങളൊന്നുമില്ല. ഇതൊക്കെ അവർ നമ്മളുടെ ഇതിൽ നിന്ന് കിട്ടിയാണ് ഫ്ലാറ്റിൽ നിന്ന്. പക്ഷെ നമ്മളെ സാധനങ്ങളൊന്നുമില്ല. നമ്മളാകെ മേടിച്ചത് ഇതൊക്കെ നമ്മളുടെ എന്താണ് പറയുക, മസാലയുടെ സാധനങ്ങളും പിന്നെ പാത്രങ്ങളൊക്കെ കുറച്ച് അവരുടെ ബ്രദറും അവരൊക്കെ നമ്മൾക്ക് തന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടില്ല. ഇതൊക്കെ നമ്മളുടെ മിസ്സിസിൻ്റെ പരിപാടി കേട്ടോ. ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അവൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്നോരോന്ന് മേടിച്ചോണ്ടിരും അവൾ, വിച്ച് ഈസ് ആക്ച്വലി
ഐ എം എഗൻസ്റ്റ് ഇറ്റ്. കാരണം ഇങ്ങനത്തെ താങ്കൾ കൂടുതലും മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ക്ലട്ടറായിക്കൊണ്ടിരിക്കും. ഇതിപ്പോൾ മുകളിൽ തന്നെ കണ്ടില്ലേ അവിടെ ഒരു സാധനം ഇരിക്കുന്നുണ്ടല്ലേ, അത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയാണ്, നമ്മൾ ഇതുവരെ തുറന്നിട്ടില്ല. അത് എനിക്കൊന്ന് പാത്രങ്ങളോ എന്താണെന്നൊന്നും ഹോം സെറ്റൊന്നും ആരോ തന്നാണ് നമ്മൾ വീട്ടിൽ വന്നപ്പോൾ. പിന്നെ അതെ ആകെ ഒരു ഇതാ ബൾബിൻ്റെ അതെല്ലായിടത്തും ഉണ്ട് നമ്മളുടെ ഇവിടെ. ആ ബൾബ് തന്നെയാണ് സെയിം വെച്ചിരിക്കുന്നത്. സോ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ ടിപ്സ് തരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇഫ് ദിസ് മോട്ടിവേറ്റ്സ് യു ഇറ്റ്സ് ഓൾവേസ് ഗുഡ്. കാരണം ഞാൻ തന്നെ കുറേ കാര്യങ്ങൾ പല ആൾക്കാരിരുന്ന് നമ്മൾ ഇത് എടുത്തിട്ട് മോട്ടിവേറ്റ് ആവണതാണ്. ആൻഡ് ഇറ്റ് ഹാസ് റിയലി ചേഞ്ച് മൈ ലൈഫ് ഓൾസോ. എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ബിക്കോസ് ദാറ്റ് ഐ കനോട്ട് ഗെറ്റ് ഇറ്റ് ഓർ ഐ കനോട്ട് അഫോർഡ് ഇറ്റ്. നമ്മൾക്കും ചെയ്യാം, പല ഇതും ചെയ്യാം നമ്മൾക്ക്. പക്ഷേ ഇത് നമ്മുടെ റെൻറ്റൽ ഹൗസാണ്, നമ്മളെ സ്വന്തം വീടല്ല. നമ്മൾ അതും കൂടി ഒന്ന് ആലോചിക്കണം. നമ്മുടെ റെൻറ്റൽ ഹൗസ് ആകുമ്പോൾ നമ്മൾക്ക് അധികം ആർഭാടങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അതുമല്ല, യു സേവ് മണി ഓൾസോ ഓൺ ദാറ്റ്. ഇഫ് യു ഡു ടു മച്ച് ഓഫ് തിങ്സ് ഇൻ ദ റെൻറ്റൽ ഹൗസ്, പിന്നെ അത് ഷിഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഇത്രയും സാധനങ്ങൾ എടുക്കണം, അത് എടുക്കണം, പല തലവേദനയുണ്ട്. സോ ട്രൈ ടു ഡു ആൻഡ് ലിവ് മിനിമലിസ്റ്റിക്ലി. മിനിമലിസം ഇന്ന് ജപ്പാനിൽ വരെ മിനിമലിസം ലൈഫ് സ്റ്റൈലിലാണ് അവിടെ ആൾക്കാർ ജീവിക്കുന്നത്. യു ഗെറ്റ് മീ. അതിൽ തന്നെ നമ്മളുടെ കുറേ സേവിങ്സ് ഉണ്ടാവും, പല കാര്യങ്ങളുണ്ട് അതിൽ. സോ ലെറ്റ്സ് വർക്ക് ടുഗെദർ ലൈക്ക് ദിസ് ആൻഡ് ടു ഹാവ് എ ബെറ്റർ ലൈഫ് ഇൻ ദ ഫ്യൂച്ചർ. കാരണം ഇന്നത്തെ ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും നമ്മൾ എന്ത് സംസാരിക്കണോ അതനുസരിച്ച് തന്നെ അഡ്വർടൈസ്മെൻറ്റ്സ് വരും. ആൻഡ് വി ഫീൽ ലൈക്ക് ബൈങ്. നമുക്ക് ആവശ്യമില്ല, വാണ്ടും നീഡും തമ്മിൽ തന്നെ വ്യത്യാസമുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കും. സോ ട്രൈ ടു അവോയ്ഡ് ഓൾ ദീസ് തിങ്സ് ആൻഡ് സേവ് മണി ആൻഡ് ബി പ്രൊഡക്റ്റീവ്. അത്ര എനിക്ക് പറയാനുള്ളൂ. ആൻഡ് ലീഡ് എ ഗുഡ് ലൈഫ്. അപ്പോൾ ഗൈസ്, ഞാൻ ആക്ച്വലി ഇപ്പോൾ പാമിനെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ക്ലീനിങ് ഇതൊക്കെ ചെയ്യാണ്ട്. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു അപ്സെറ്റ് പാം വൺ ഷീ കംസ്. അവൾ 3 മാസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. സോ ഐ വാണ്ട് ഹർ ടു ബി റിയലി ഹാപ്പി. എല്ലാതും നല്ല ക്ലീൻ ആയിരിക്കണം, പൊടി പോലും ഉണ്ടാവാൻ പാടില്ല. ജനാലുമേയും ജനലിൻ്റെ ഗ്രില്ലുമേയും അതുവരെ ഷീ കംസ് ആൻഡ് ചെക്സ്. ഐ നോ ഹർ, ദാറ്റ് ഈസ് ദ തിങ്. സോ ഷീ ഈസ് ലൈക്ക് ദാറ്റ്. വി കാൻ ഹെൽപ്പ് ഇറ്റ്, ബട്ട് at the same time we have to see that how we can make her happy, because for her also a home is a home. Always home is home. അപ്പോൾ guys, ഇന്നത്തേക്ക് ഇത്രയും മാത്രം. Hopefully you liked my vlog. If you liked it, please do subscribe, like and comment, and let me know what you want to see next. ഞാൻ ഇങ്ങനത്തെ കുറേ മോട്ടിവേഷണൽ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും, and hopefully that it will help you also and help me also. അപ്പോൾ കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ബൈ.